വാസ്തവത്തിൽ ടി.പി. ബാലഗോപാലനിൽ നിന്ന് അല്ല, എൻ്റെ ആദ്യത്തെ സിനിമയിൽ മോഹൻലാലുണ്ട്. കുറുക്കൻ്റെ കല്യാണത്തിൽ മോഹൻലാലിൻ്റെ ഒരു സിഗ്നേച്ചറുണ്ട്. അത് വലിയൊരു ദൈവത്തിൻ്റെ നിയോഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പിന്നീട് വലിയൊരു കൂട്ടുകെട്ടായി മാറേണ്ടതുള്ളതുകൊണ്ട് ഞാൻ സംവിധാനം തുടങ്ങുമ്പോൾ അതിൽ തന്നെ പുള്ളിക്ക് മുഖം കാണിക്കേണ്ടതുണ്ട് എന്ന് ആരോ നിശ്ചയിച്ചിരിക്കണം. കാരണം അത് പലർക്കും അറിഞ്ഞൂടാ. സംഭവിച്ചു അത് കുറുക്കൻ്റെ കല്യാണം എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ 1982 ഡോക്ടർ ബാലകൃഷ്ണനാണ് അതിൻ്റെ തിരക്കഥാകൃത്ത്, ഗുരുസ്ഥാനിയൻ. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ തീരുമാനിച്ച് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. സത്യ സ്റ്റുഡിയോയിൽ ഒരു സെറ്റ് കിട്ടിയിട്ടാണ്. സുകുമാരനാണ് നായകൻ. അപ്പോൾ തിരക്കഥ വികസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സുകുമാരൻ്റെ ക്യാരക്ടർ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാവത്തനാണ്. അപ്പോൾ അയാൾക്ക് മാധവിയോട് അയാളുടെ പ്രണയം പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതിനൊരു ചെറുപ്പക്കാരൻ ഇയാളെ പ്രേരിപ്പിക്കണം, അതിനൊരു കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആ സിനിമയിലില്ല. ജഗദീഷ് ശ്രീകുമാറൊക്കെ ഉണ്ടെങ്കിലും ബഹദൂറൊക്കെ ഉണ്ടെങ്കിലും പുറമെ നിന്ന് വരുന്ന ഒരാൾ ഇയാൾക്കൊരു ഒന്ന് പുഷ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ചത് വെച്ചാൽ ബഹദൂറിൻ്റെ മകൾ നിത്യ, അവളെ കല്യാണം കഴിക്കാൻ വരുന്നൊരു പയ്യൻ, അവനൊരു ക്യാരക്ടറാക്കി മാറ്റിയാൽ ആ ഒരു സീൻ, ഒറ്റ സീനേ വേണ്ടു, ഒരു സീൻ സുകുമാരനും ആ ക്യാരക്ടറായിട്ടുള്ള സീൻ ഉണ്ടായാൽ നമുക്കത് ഗുണം ചെയ്യും എന്ന് വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ ആരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അന്ന് മഞ്ഞിൽ വിഴിഞ്ഞ മുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ യുവ നടനാണ് മോഹൻലാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആൾക്കാരെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ നടനാണ്, ഒരു സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയാണ്, അയാൾ വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അയാൾ വന്നപ്പോൾ ലീഡ് സീൻ ആദ്യം എടുത്തു. ഏത് ഈ നിത്യയെ കല്യാണം കഴിച്ച് ഈ വീട്ടിലുള്ള കഥാപാത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കുഞ്ഞ് സീൻ ആദ്യം എടുത്തു. അടുത്ത ഷെഡ്യൂളിലാണ് മെയിൻ സീൻ എടുക്കേണ്ടത്. ആ സമയത്ത് ഡോക്ടർ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ അങ്ങനെ ഒരു സീനിൻ്റെ അത്യാവശ്യമില്ല. അപ്പോൾ അത് കാരണം എടുക്കാൻ വിചാരിച്ച മെയിൻ സീൻ എടുത്തില്ല. അപ്പോൾ മോഹൻലാൽ ഒരു ചെറിയ റോളിൽ കുറുക്കൻ്റെ കല്യാണത്തിൽ വരേണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് ഒരു നിമിത്തമാണെന്നാണ്. പിന്നീട് ആ രംഗത്ത് വരുന്നുണ്ട്. ഉണ്ട് ആദ്യത്തെ ആ സീക്വൻസിൽ അതിന് പ്രത്യേകിച്ച് ഫോക്കസ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഒരു ചെറിയ കഥാപാത്രമല്ലേ, മെയിൻ സീൻ എടുക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. വലിയൊരു കൂട്ടുകെട്ടിന്റെ തുടക്കം അന്നേ തുടങ്ങി.